ആ ലക്ഷ്യങ്ങളെ വീണ്ടും നമുക്കൊരു സ്മാർട്ട് ഗോളാക്കാം. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ സ്മാർട്ട് ഗോൾ എന്ന്. നിങ്ങളുടെ ഗോൾ എപ്പോഴും സ്മാർട്ട് ആയിരിക്കണമെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ഗോൾ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ടിൽ ആയിരിക്കണം. സ്പെസിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ എഴുതിയിട്ടുണ്ട്, അത് സ്പെസിഫൈ അല്ല. കാരണം ഡോക്ടർ പലതും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു എഞ്ചിനീയർ എന്ന് എഴുതിയിട്ടുണ്ട്, അത് സ്പെസിഫൈ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിവിൽ എഞ്ചിനീയർ ആണോ ആവേണ്ടത്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണോ, അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്തെഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വണ്ടി മേടിക്കണം. ആ വണ്ടി 2 വീലർ ആവാം, 4 വീലർ ആവാം. അപ്പോൾ നമ്മൾ എഴുതുവാണ് എനിക്ക് ഇന്നോവ കാർ മേടിക്കണം, അത് അവിടെ സ്പെസിഫൈ ആണ്. അല്ലെങ്കിൽ ഞാൻ MBBS ഡോക്ടറാവും, അല്ലെങ്കിൽ ഞാനൊരു ഹോമിയോ ഡോക്ടറാവും, ഞാനൊരു ആയുർവേദ ഡോക്ടറാവും, അല്ലെങ്കിൽ ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആവും, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവും. അതാണ് അവിടെ സ്പെസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത് മെഷറബിൾ. മെഷറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഗ്രോത്തിനെ അളക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ദിവസത്തെ പ്ലാൻ്റെ ഔട്ട്കം അളക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മളുടെ ഗോൾ സെറ്റിങ്. മെഷറബിൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു കഥ എഴുതാൻ പോവാണ്. ആ കഥ എനിക്ക് അറിയാം, ഒരു 100 പേജിൽ എനിക്ക് ആ കഥ ഒതുക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് മെഷർ ചെയ്യാൻ പറ്റും. ഓരോ ദിവസം ഞാൻ എത്ര പേജ് എഴുതിയിട്ടുണ്ടെന്നുള്ളത്. ഇന്ന് 10 എഴുതിയിട്ടുണ്ടാവാം, 20 എഴുതിയിട്ടുണ്ടാവാം. അങ്ങനെ എനിക്ക് മെഷർ ചെയ്ത് ഒരു സമയത്തിനുള്ളിൽ അതെനിക്ക് തീർക്കാൻ സാധിക്കും. പിന്നെ അറ്റൈനബിൾ അല്ലെങ്കിൽ അച്ചീവബിൾ ആയിരിക്കണം. നമ്മളുടെ അതിനെ കൂടെ തന്നെ നമുക്ക് റെലവൻറ്റും ചേർക്കാം, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളതായിരിക്കണം. കാരണം എന്താണ്, ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് എനിക്ക് അമേരിക്കൻ പ്രസിഡൻ്റ് ആവണം. നമുക്കങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് ഒളിമ്പിക്സിൽ ഓടി സ്വർണം നേടണം, അങ്ങനെയുള്ള നമ്മളുടെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളുടെ ഗോളിൽ നമ്മൾ എഴുതാതെ ഇരിക്കുക. റെലവൻ്റ് ആയിരിക്കുക. നമുക്ക് യുക്തിപൂർണമായ ഒരു കാര്യത്തിലൂടെ മാത്രമാണ് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ബാലിശമായ കാര്യങ്ങളൊക്കെ എഴുതുന്നു, നമ്മളത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SWOT അനാലിസിസ് അല്ലെങ്കിൽ സെൽഫ് അനാലിസിസ്. നമ്മൾ എവിടെയാണ്, നമ്മളുടെ കുറവുകൾ എന്താണ്, നമ്മളുടെ നിറവുകൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതാൻ നിൽക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഞാൻ സെറ്റ് ചെയ്യുന്ന ഗോള് സ്പെസിഫൈ ചെയ്തിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിരിക്കണം, യുക്തിപൂർണമായിട്ടുള്ള ഒരു ഗോളായിരിക്കണം സെറ്റ് ചെയ്യുന്നത്. ഇതിനെല്ലാത്തിലുപരി ടൈം ബൗണ്ട്, ഒരു ടൈം പാലിച്ചത് അത് കീപ്പ് ചെയ്യാനുള്ള കഴിവ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ 6 മാസത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് ഞാൻ പഞ്ചവത്സര പദ്ധതി പോലെ പൂർത്തിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ സെറ്റ് ചെയ്ത് സ്മാർട്ട് ഗോളായിരിക്കും എന്ന്. അപ്പം നമ്മൾ ആഗ്രഹങ്ങളെ ഗോളാക്കി മാറ്റി, ഗോളിനെ സ്മാർട്ട് ഗോളാക്കി മാറ്റി,